വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ തകർന്ന വെള്ളർമല സ്കൂളിന് കൈത്താങ്ങാകുവാൻ കട്ടപ്പന അവസാനം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ കപ്പയും മുളകും ചലഞ്ച്. നാളെ രാവിലെ കട്ടപ്പന ടൗണിൽ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന ചലഞ്ചിലൂടെ ശേഖരിക്കുന്ന പണം വെള്ളർമല സ്കൂളിന്റെ പുനരുദ്ധാരണ ഫണ്ടിലേക്ക് കൈമാറുവാനാണ് തീരുമാനമെന്നും സ്കൂൾ അധികൃതർ പറഞ്ഞു. വയനാട്ടിലെ സഹോദരരുടെ വേദനയെ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ഒരു കൈത്താങ്ങാവുന്ന ഒരു പദ്ധതിയുമായിട്ടാണ് കട്ടപ്പന അവസാനം ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ ഇന്ന് ഇവിടെ ആയിരിക്കുക. ഈ കൈത്താങ്ങിൻ്റെ പേര് എന്ന് പറയുന്നത് വ്യത്യസ്തമായൊരു പേരാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. കപ്പയും മുളകും ചലഞ്ച് എന്നുള്ളതാണ്. അത് മറ്റൊന്നുമല്ല, അവിടെയുള്ള സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അവസാന സ്കൂളിലെ വിദ്യാർത്ഥികൾ ചേർന്ന് ഒരു പണം സ്വരൂപിച്ച് ആ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ആ സ്കൂളിന് കൊടുക്കുന്ന ഒരു വ്യത്യസ്തമായ ചലഞ്ചിനെ കുറിച്ചാണ് ഇവിടെ അവതരിപ്പിക്കുക. സ്കൂളിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആ സ്കൂളിലെ വിദ്യാർത്ഥികളും സഹോദരിമാരാണ് എന്ന ബോധ്യം നിന്നുകൊണ്ട് അവർക്ക് ഒരു സാമൂഹിക സേവനത്തിൻ്റെ ഭാഗമായി നാളെ കട്ടപ്പനയിലും സമീപ പ്രദേശത്തുമുള്ള കടകളിൽ കപ്പയും മുളകും കൊടുത്തുകൊണ്ട് അതിൽ നിന്ന് ചെറിയൊരു പോർഷൻ കൊടുത്തുകൊണ്ട് അതിൽ നിന്ന് ഒരു 50 രൂപയെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ്. ഇങ്ങനെ സ്വരൂപിക്കുന്ന ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഏകദേശം 1 ലക്ഷം രൂപയും മേൽ ഒരു എമൗണ്ട് പ്രതീക്ഷിക്കുന്നു. ആ പൈസ അവിടെയുള്ള സ്കൂളിന് പ്രത്യേകമായിട്ട് കൊടുക്കാനുള്ള ഒരു പദ്ധതിയാണ് ഇത്. വയനാട് ഉരുൾപൊട്ടലിൽ തകർന്ന വെള്ളാർമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുനരുദ്ധാരണ ഫണ്ടിലേക്ക് സംഭാവന നൽകുവാൻ കപ്പയും മുളകും ചലഞ്ചുമായി കട്ടപ്പന ഓശാനം സ്കൂൾ. വിദ്യാർത്ഥികളിൽ സേവന സന്നദ്ധതയും സാമൂഹിക അവബോധവും വളർത്തുവാൻ ഈ പ്രവർത്തനം ഉപകരിക്കുമെന്ന് സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ മനു കെ മാത്യു പറഞ്ഞു. നാളെ രാവിലെ 10 മണി മുതൽ കട്ടപ്പന ടൗണിലെ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന പരിപാടി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. 250 കിലോയോളം പച്ചക്കപ്പയാണ് ചലഞ്ചിലേക്ക് ഉദ്ദേശിക്കുന്നത്. കട്ടപ്പനയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പാൾ ഫാദർ മനു കെ മാത്യു, വൈസ് പ്രിൻസിപ്പൽ TJ ഡേവിസ്, സുബിൻ ബേബി, രാഹുൽ PR എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.